ഇന്ത്യയിലുള്ള ടൈമിൽ ഇറ്റലിയിൽ നിന്ന് കേട്ടാൽ എനിക്ക് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പിzzയും പാസ്തയും മാത്രമാണ്. കാരണം അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ആഗോള തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ആലോചിക്കില്ലല്ലോ. അങ്ങനെ നേപ്പിൾസിലുള്ള സ്ട്രീറ്റ്സും ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ലൈവ് പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ലൈവ് പിസ്സയൊക്കെ അല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്നുള്ളത്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായ അങ്ങനെ വലിയൊരു സംഭവമൊന്നും അല്ല. ഇതെന്ന് വെച്ചാൽ പ്രോപ്പർ ഓത്തൻറ്റിക് ആയിട്ടുള്ള പിസ്സയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഈ നമ്മുടെ മുന്നിൽ ഈ സാധനങ്ങളൊക്കെ ഈ ഫില്ല് ചെയ്ത് ചെയ്യും. അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ വലിയ വാവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തലേ ദിവസം മാർഗരറ്റ് കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ മഷ്റൂം ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ മഷ്റൂമൊന്നും അതിൽ വലുതായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഈ ഫേണസിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് തരും. ടൂറിസ്റ്റ് ട്രാപ്പാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലും ഇതിനടുത്ത് തന്നെയാണ്. അപ്പം അവിടെ പോകാനും എളുപ്പമല്ലേ, കാരണം എനിക്ക് അധികം ലേറ്റ് ആവണ്ട. എൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്, കഴിച്ചോക്കാം. പേപ്പറിൽ കിട്ടിയത് കൊണ്ട് തന്നെ പിസ്സ ഭയങ്കര മെസ്സി ആയിട്ടാണ് ഞാൻ കഴിച്ചത്. കാരണം ഒരു സൈഡിൽ നിന്ന് ചീസ് പോകുന്നു, ഒരു സൈഡിൽ നിന്ന് പൊമതോര പോകുന്നു, അങ്ങനെയായിരുന്നു. ടൊമാറ്റോൻ്റെ ഇത് ഇറ്റ് വാസ് എൻ ആവറേജ് പിസ്സ. അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല, കുഴപ്പമില്ല, മോശം പറയാനൊന്നുമില്ല, ഒരു ആവറേജ് ആയിരുന്നു. ഇവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഷോപ്പ് കണ്ട്. ഇത് ഇറ്റാലിയൻ സ്ട്രീറ്റ് ഫുഡാണ്. അരഞ്ചീനി ക്രോച്ചി എന്നൊക്കെ പറയുന്നത്. അരഞ്ചീനി ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അതൊരു റൈസ് ബോൾ മാതിരി എനിക്കിഷ്ടമുള്ള സാധനമാണ്. ആൻഡ് ക്രോച്ചിയും ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് പാർസൽ ചെയ്തെടുത്താലോ എന്ന് ആലോചിക്കുക. എന്താണെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ ഇതെടുത്തോണ്ട് പോയാലോ. ഇത് 1936 തൊട്ടിട്ടുള്ള ഷോപ്പാട്ടോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ആക്ച്വലി അരഞ്ചീനി വെജിറ്റേറിയൻ അല്ലെന്നാണ് പറയണത് പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ ക്രോച്ചെ മാത്രം എടുത്തു. ഇത് ആയിരിക്കുന്ന സാധനം. ഞാൻ എൻ്റെ ക്രോച്ചെ വാങ്ങിച്ചു ഗൈസ്. ഇനി ഇതും കൊണ്ട് ഞാൻ ബസ് കയറും.